ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ A55 കുറിച്ചുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ബോക്സിനുള്ളിൽ വരുന്നത് ഫോൺ, ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ മാത്രം. അതിൻ്റെ ബുക്കും പേപ്പറും വരുന്നുണ്ട്. സിം ഇജക്റ്റിംഗ് ടൂൾ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് ഡോക്ക് ആസ് യൂഷ്വൽ നമ്മൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കും. സോ ഇതാണ് ഫോൺ വരുന്നത്. ഫോൺ കാണാനായിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ലുക്കിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഷ്ഡ് അലുമിനിയത്തിൻ്റെ ഒരു ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ആണ്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നോർമൽ ഗൊറില്ല ഗ്ലാസ് ആണ്. ബാക്കിലായിട്ട് ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് ഡോക്കാണ് കൊടുത്തിട്ടുള്ളത്. മേലിലായിട്ടാണ് ഇതിന്റെ സിം ട്രേ കൊടുത്തിട്ടുള്ളത്. ഓൺ ഓഫ് ബട്ടണും അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഡ്രോക്കും കൊടുത്തിട്ടുണ്ട്. ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുണ്ട്. ഔട്ട് ഓഫ് 10 നമുക്ക് 10 കൊടുക്കാൻ പറ്റും. അത്ര മനോഹരമായിട്ടാണ് A55 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിന്റെ സൈഡിലായിട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു അലുമിനിയത്തിന്റെ ഒരു നല്ല മനോഹരമായ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ വോളിയം അപ്പ് ആൻഡ് ഡൗണിന്റെയും ഈ പവർ ബട്ടന്റെയും അവിടെ ആയിട്ട് വരുമ്പോഴേക്കും ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 213 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് നമ്മുടെ ഇൻ ഹാൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. വെച്ചാൽ ഡ്യുവൽ സിം ആണ് ഇത്. ശരിക്കും ഒരു ഇ സിം അല്ലെങ്കിൽ ഒരു സിം അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മെമ്മറി കാർഡ് പ്ലസ് ഒരു സിം യൂസ് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് ആണ് ഇതിന്റെ സിം ട്രേ വരുന്നത്. IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ് ഇതിൽ വരുന്നത്. ഒരു 1 മീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് 30 മിനിറ്റ്സ് വരെയൊക്കെ വെള്ളത്തിനടിയിൽ സർവൈവ് ചെയ്യും. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ അമോലെഡിന്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 1000 നിറ്റ്സ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 6.6 ഇഞ്ചാണ് ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അതുപോലെ തന്നെ എയുടെ സപ്പോർട്ട്സ്, മറ്റേ സർക്കിൾ ടു സെർച്ച് പോലുള്ള കുറച്ച് എയുടെ സപ്പോർട്ട്സ് A55 കൊടുത്തിട്ടുണ്ട്. എ സീരീസ് മെയിൻ ആയിട്ട് നോർമൽ ബഡ്ജറ്റ് ഫോണാണ്. അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഒരു സീരീസ് ആണ്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, ക്വാളിറ്റി ആയിട്ടുള്ള പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്ന ക്യാമറയാണ് A55 സാംസങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ OS Android 14 ആണ്. എക്സിനോസ് ആണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ അല്ല. 4 അപ്ഡേറ്റ്സ് സാംസങ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സിനോസിന്റെ 1580 ആണ്. 4nm ചിപ്സെറ്റ് ആണ് ഇതിൽ. 1UI 6.1 ആണ് ഇതിൽ വരുന്നത്. എക്സ്പാൻഡ് മെമ്മറി നമുക്ക് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇതിൽ വരുന്നത് 128GB 8GB റാം, അതുപോലെ തന്നെ 256GB 8GB റാം. ഒരു ഹൈ എൻഡ് വരുന്നത് 12GB പ്ലസ് 256GB. ഇങ്ങനെ 3 വേരിയന്റ് ആണ് ഇതിൽ വരുന്നത്. 128GB 8GB വരുമ്പോഴത്തേക്കും 39,999 വരും. 256GB 12GB റാം വേരിയന്റിന് 55,999 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നല്ല രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന 50 രൂപയുടെ താഴത്ത് വരുന്ന മിഡ് റേഞ്ച് ഫോൺ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്. 50 MB വൈഡ് ആംഗിൾ ക്യാമറ. അപ്പർച്ചർ വരുന്നത് 1.8 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. F നമ്പർ. അത്യാവശ്യം ലോ ലൈറ്റിലേക്ക് നമുക്ക് അടിപൊളിയായിട്ട് പിക്ചേഴ്സും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കഴിയും. വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ കഴിയും. അത്രയും മനോഹരമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും. അത്രയും ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ ബെറ്റർ ആയിരിക്കും ഇതിൽ. ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ 50 MB വൈഡ് ആംഗിൾ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഓട്ടോ ഫോക്കസ് ഒക്കെ ഫാസ്റ്റ് ഓട്ടോ ഫോക്കസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് 12 MB അൾട്രാ വൈഡ് ആണ്. അതിന്റെ ഏകദേശം 2.2 ആണ് ഇതിന്റെ F നമ്പർ വരുന്നത്. 5 MB F2.4 ഒരു മാക്രോയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ക്യാമറയാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇതിലൊരു പഞ്ച് ഹോൾ ക്യാമറ, ഫ്രണ്ട് സെൽഫി ക്യാമറ, 32 MB ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു 2.2 അപ്പർച്ചർ ഒക്കെ വരുന്ന 26mm വൈഡ് ആംഗിൾ ക്യാമറയാണ്. ലോ ലൈറ്റിലൊക്കെ ബെറ്റർ ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 4K HDR നമുക്കൊരു 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. HD ആകുമ്പോഴേക്കും 1080p ആകുമ്പോഴേക്കും 60 വരെയൊക്കെ 60 ഫ്രെയിം പെർ സെക്കൻഡിലൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ബെറ്റർ സൗണ്ട് ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോർമൽ ആയിട്ടുള്ള ഈ ഗെയിമിംഗ് എക്സ്പീരിയൻസ്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ഇതിൽ വരുന്നത്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം 2 days ബാറ്ററി ബാക്കപ്പ് ആണ് സാംസങ് ഇതിൽ പറയുന്നത്. 25 wattsന്റെ വയർഡ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഓസം ബ്ലൂ ആൻഡ് ഓസം നേവി എന്നിങ്ങനെ ഉള്ള കളർ വേരിയന്റ് ആണ്. പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6,30,000 റേഞ്ചിൽ AnTuTu സ്കോർ വരുന്നുണ്ട്. ഇതൊക്കെയാണ് A55 ഫീച്ചേഴ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഫോർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സാംസങ് സ്മാർട്ട് കഫേയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.